നമസ്കാരം. ധർമ്മപുത്രരും നായയും. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വധാമത്തെ പ്രാപിച്ചതിന് ശേഷം ഒടുവിൽ ധർമ്മപുത്രരും ഒരു നായയും സ്വർഗത്തിലേക്ക് പോകുവാൻ നിന്നു. അവർ മാത്രമാണ് ഒടുവിൽ അവശേഷിച്ചത്. ധർമ്മപുത്രരെ സ്വർഗവാഹകൻ കൊണ്ടുപോകാൻ തയ്യാറാവുകയും നായയെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ ആ നായയില്ലാതെ തനിക്ക് മറ്റൊരു സ്വർഗം വേണ്ട എന്ന് ധർമ്മപുത്രർ പറഞ്ഞു. ഒടുവിൽ യമധർമ്മ രാജൻ നടത്തിയ ഈ പരീക്ഷണത്തിൽ ധർമ്മപുത്രർ ജയിച്ചു. ഇവിടെ നായയായി വന്നു നിന്നതും ധർമ്മദേവൻ തന്നെയായിരുന്നു. അങ്ങനെ ഉടലോടെ ധർമ്മപുത്രർ സ്വർഗത്തിന് പോയി. ഇവിടെ അവശേഷിച്ച ധർമ്മപുത്രരിൽ ആ നായയിൽ നിന്നും നമുക്ക് തുടങ്ങാം. ഉടലോടെ സ്വർഗം പോകിയെന്നും ധർമ്മപുത്രർ സ്വർഗത്തെ പ്രാപിച്ചു എന്നും ഇവിടെ പറയാൻ കാരണം ധർമ്മം മാത്രമേ ഇവിടെ നിലനിൽക്കൂ എന്നതാണ് നാം മനസ്സിലാക്കേണ്ട സത്യം. അതിൻ്റെ സാരം അതാണ്. ഇന്ന് എവിടെയും അധർമ്മത്തിൻ്റെ ഒരു വലിയ വേലിയേറ്റം തന്നെ നമുക്ക് കാണാം. ഒരു വീട്ടിൽ തന്നെ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഒടുവിൽ ധർമ്മം ജയിക്കുന്നു. സമൂഹത്തിലും ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഒടുവിൽ ധർമ്മം ജയിക്കുന്നു. കോടതിയിലും പോലീസ് സ്റ്റേഷനിലും സർക്കാർ ഓഫീസുകളിലും എന്ന് വേണ്ട എവിടെയും നമുക്ക് ഈ ധർമ്മത്തെയും അധർമ്മത്തെയും കാണാൻ കഴിയും. ഒടുവിൽ ധർമ്മം തന്നെ ജയിക്കുന്നു. ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നും ഒരിക്കലും ഒരു അധാർമ്മിക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. ധർമ്മത്തെ നമ്മൾ രക്ഷിക്കുമ്പോൾ ധർമ്മം നമ്മളെ രക്ഷിക്കും. ഇതാണ് നാം മനസ്സിലാക്കേണ്ട പ്രപഞ്ച സത്യം. ധർമ്മമില്ലാത്തവനെ പ്രകൃതി രക്ഷിക്കില്ല, ധർമ്മമുള്ളവനെ പ്രകൃതി രക്ഷിക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഈ ധർമ്മ അധർമ്മം ആകുന്ന അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയരാകാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കില്ല. എപ്പോഴും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ആ ധർമ്മത്തെ പ്രാപിച്ചുകൊണ്ട്, ആ ധർമ്മത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ആ ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് എന്തോ ഒന്നിനെ അവർ ഭയക്കുന്നു. അത് ബഹുമാനത്തോടെയുള്ള ഭയം. ആ ധർമ്മത്തെയാണ് അവർക്കിഷ്ടം. അവരത് കാത്തു സൂക്ഷിക്കുന്നു. എന്നാൽ കാടത്തവും പേര് നടക്കുന്ന, ഭയം ജനിപ്പിക്കുന്ന വനത്തിൽ എന്നർത്ഥം പറയുന്ന ഭവനത്തിൽ താമസിക്കുന്ന, കർമ്മമാകുന്ന ഗ്രാഹത്തിൽ, കർമ്മമാകുന്ന മുതലപ്പിടുത്തമുള്ള ഗൃഹം എന്ന ആ പേരിട്ടുകൊണ്ടുള്ള ഭവനത്തിൽ, ആ ഗൃഹത്തിൽ താമസിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് മാത്രം ധർമ്മമില്ല. അവർക്ക് പ്രകൃതി നിയമം പാലിക്കാൻ ഭയങ്കര പ്രയാസം എന്നതുപോലെ. എന്നാൽ ഒരു സത്യം മനസ്സിലാക്കുക, ഒരിക്കലും അധർമ്മം ഇവിടെ വാഴുകയില്ല. കാരണം ഇത് ധർമ്മദേവൻ്റെ ലോകമാണ്. ഇവിടെ ധർമ്മം മാത്രമേ ജീവിക്കൂ. ധർമ്മദേവനാണ് ആ യമധർമ്മ രാജനാകുന്നത്. അധർമ്മത്തിന് ആയുസ്സില്ല. തന്നെ തന്നെ സ്വയം കെട്ടിയിട്ടിട്ട്, അല്ലെങ്കിൽ താൻ കുഴിച്ച കുഴിയിൽ വീണിട്ട് കരകയറാനാവാതെ, ആ കെട്ടഴിക്കാനാവാതെ കഴിയുന്നു എന്നതാണ് അധർമ്മം ചെയ്യുന്നതിൻ്റെ നാം മനസ്സിലാക്കേണ്ട ആ സാരം. ഇനി നമുക്ക് ആ നായയെപ്പറ്റി ചിന്തിക്കാം. എന്തുകൊണ്ട് മറ്റൊരു ജീവിയെപ്പറ്റി പറഞ്ഞില്ല എന്ന് ആരും ചിന്തിക്കേണ്ട. നായ എന്ന് പറഞ്ഞത് ഇവിടെ ധർമ്മദേവൻ തന്നെയാണ്. തന്നെയുമല്ല, ഈ നായ മറ്റ് പലതിൻ്റെയും പ്രതീകം കൂടി എന്നതിൽ മനസ്സിലാക്കിക്കൊണ്ട് നായ കഥാപാത്രമാവുകയാണ്. നായ എന്ന വാക്ക് തിരിച്ചിട്ട യാനം, യാത്ര എന്നാണ്. ഈ നായയുടെ ഇംഗ്ലീഷ് വാക്ക് ഡോഗ് എന്നാണ്. അത് തിരിച്ചിട്ടാൽ ഗോഡ്, ദൈവം എന്നാണ്. എന്നാൽ മാൻ, മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മാൻ എന്നുള്ളത് തിരിച്ചിട്ടാൽ നാം, പേര്. പിന്നെ മാൻ എന്ന് നമ്മൾ പറഞ്ഞാൽ മാനിൻ്റെ സ്വഭാവം, സംഗീതം കേട്ടാൽ അത് തന്നെ മതിമറന്ന് ലയിച്ചു നിന്നു പോകും എന്നതുപോലെ, സുഖമെന്ന് കേട്ടാൽ ഈയാമ്പാറ്റ അഗ്നിയിൽ വന്ന് പഠിക്കുന്നത് പോലെ, സുഖമെന്ന് കേട്ടാൽ ഓടിച്ചാടി നടക്കുന്ന മാനുകളാണ് മനുഷ്യൻ. അതുകൊണ്ട് ആ പേരും നമുക്ക് എന്തുകൊണ്ടും
അർഹതപ്പെട്ടതാണ്. ഇവിടെ ഒടുവിൽ സുഖം തേടിപ്പോയിട്ട് അവസാനമാണ് അറിയുന്നത് അത് ദുഃഖത്തിലേക്കുള്ള വഴിയായിരുന്നു എന്ന്. മറ്റുള്ള ജീവജാലങ്ങളെക്കാളും മനുഷ്യന് ഒരു കഴിവ് ദൈവം കൊടുത്തത് വിവേകം അല്ലെങ്കിൽ തിരിച്ചറിവാണ്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചറിവില്ലാതായിരിക്കുന്നത് മനുഷ്യനാണ്. ഈ മനുഷ്യനേക്കാളും കഴിവ് നായയ്ക്ക് ഉണ്ടായതിനാലാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വരെ അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥനായി ഈ നായയെ കൂടെ കൊണ്ട് നടക്കുന്നത്. ആ നായയുടെ പിറകിൽ ആണ് പോലീസ് ഉദ്യോഗസ്ഥർ പോകുന്നത് തന്നെ. മനുഷ്യന് തിരിച്ചറിവില്ല എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. തിരിച്ചറിവിനെ മുരടിപ്പിച്ചുകൊണ്ട് തിരിച്ചറിവില്ലാതെ നടക്കുന്നു ആ പക്ഷി മൃഗാദികൾ പോലും വൃക്ഷലതാദികൾ പോലും ഇന്നത്തെ മനുഷ്യൻ്റെ അധാർമികമായ ആ പ്രവൃത്തിയിൽ അത്ഭുതപ്പെട്ടു നിൽക്കുന്നു.